ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഇ.ഡി. ചോദ്യം ചെയ്യുകയാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരെയാണ് ചോദ്യം ചെയ്യുന്നത്. കേസുകൾ ഒതുക്കാൻ ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇടനിലക്കാർ വഴി കൈക്കൂലി വാങ്ങിയെന്നതാണ് പരാതി. എസ് രാഗിനുണ്ട്. രാഗിന് ഈ സിയുടെ ഈ കേസിലെ പങ്കാളിത്തം എന്താണ്? മറ്റു വിവരങ്ങൾ എന്താണ്? നേരത്തെ ഈ കേസ് ഒതുക്കാൻ ഇ.ഡി. ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘം ഇടനിലക്കാർ വഴി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നൊരു പരാതി നേരത്തെ ഇ.ഡി. കേസിൽ തന്നെ പ്രതിയായിട്ടുള്ള കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബു മുന്നോട്ട് വച്ചിരുന്നു. ആ പരാതിയിൽ നേരത്തെ വിജിലൻസ് കേസെടുത്തു. അങ്ങനെ 3 പേരുടെ അറസ്റ്റ് ആ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിയിരുന്നു. അതിൽ ഉൾപ്പെട്ട ആളാണ് രഞ്ജിത്ത് വാര്യർ. ആ രഞ്ജിത്ത് വാര്യരെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും വിജിലൻസ് എടുത്തൊരു കേസ് ഇ.ഡിക്ക് സ്വാഭാവികമായിട്ടും അന്വേഷിക്കാവുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ കേസും ഇ.ഡി. അന്വേഷിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. നേരത്തെ ഇ.ഡി. ഒരു ഇന്റേണൽ എൻക്വയറി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ രഞ്ജിത്ത് വാര്യരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. ഇത്തരത്തിൽ ഈ അന്ന് ഉയർന്നു വന്നിരുന്ന കാര്യം എന്ന് പറയുന്നത് രഞ്ജിത്ത് വാര്യർ ഇത്തരത്തിൽ ഈ കേസിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു മറ്റ് ഇടനിലക്കാരുമൊക്കെയായി എന്ന വിവരങ്ങളാണ് അന്ന് പുറത്തു വന്നിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ അന്ന് ഇ.ഡി. തള്ളിക്കളഞ്ഞിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശരിയല്ല എന്ന് പറഞ്ഞ് ഇ.ഡി. ഒരു നോട്ട് അടക്കം ഇറക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. മാത്രമല്ല അനീഷ് ബാബുവിനെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അറസ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിശദാംശങ്ങൾ ഇ.ഡി. പരിശോധിക്കുന്നു, അന്വേഷിക്കുന്നു. അതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഇ.ഡി. ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാർ ആയിരുന്നു. വിജിലൻസ് എടുത്ത കേസിലെ ശേഖർ കുമാർ പ്രതിയായതോടുകൂടി ശേഖർ കുമാറിനെ കൊച്ചിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് സ്ഥലം മാറ്റുന്ന നടപടികളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്റേണൽ പരിശോധന അടക്കം ഇ.ഡി. നടത്തുന്നുണ്ടായിരുന്നു. എന്നാലും ഈ വിജിലൻസ് ഇത്തരത്തിലൊരു കേസ് എടുത്തതിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഇ.ഡി. ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കേസ് തന്നെ ഇ.ഡി. അന്വേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളുടെ ഭാഗമായാണ് ഇപ്പോൾ രഞ്ജിത്ത് വാര്യരെ, ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, 4ാം പ്രതിയാണ് വിജിലൻസ് കേസിലെ രഞ്ജിത്ത് വാര്യരെ ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിലാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഇ.ഡി. തന്നെ ചോദ്യം ചെയ്യുന്നത്.